നമസ്കാരം. ജാതക പൊരുത്തത്തിൽ സ്ത്രീയുടെയും പുരുഷന്റെയും ജാതക പൊരുത്തം നോക്കുമ്പോൾ വേദദോഷ പൊരുത്തം എന്ന് പറയുന്നത് എന്താണ്? വേദദോഷം. കഴിഞ്ഞ ദിവസം എന്നോടൊരു ക്ലയന്റ് വിളിച്ച് ചോദിച്ചു, ഞങ്ങളുടെ ജാതകത്തിൽ വേദദോഷമുണ്ട്, അത് പരിഹരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? വേദദോഷം എന്താണ്? പലരും ചോദിക്കാറുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം ഞാൻ കേട്ട ഒരു കാര്യമാണ്. ഈ വേദദോഷവും ജാതകദോഷത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. വേദദോഷത്തിനൊക്കെ പണ്ട് പ്രാധാന്യം കൽപ്പിച്ചിരുന്നില്ല എങ്കിലും ജാതകദോഷം നോക്കുമ്പോൾ, ജാതക പൊരുത്തം നോക്കുമ്പോൾ ജാതകദോഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് വേദദോഷം. വേദമുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാർ തമ്മിൽ വിവാഹിതരാകുന്നത് നല്ലതല്ല. വേർപാട്, ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന അസുഖങ്ങൾ തുടങ്ങിയ ഭാര്യാഭർത്താക്കന്മാരെ അലട്ടുന്ന പല പ്രശ്നങ്ങൾക്കും വേദദോഷം കാരണമായി തീരാറുണ്ട്. അപ്പോൾ വേദദോഷമുള്ള ജാതകത്തിൽ വിവാഹം കഴിഞ്ഞു പോയി എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അതിന് പരിഹാരങ്ങൾ ചെയ്ത് നിവൃത്തിയുള്ളൂ. വരുന്നവർ ആ വേദദോഷമുള്ള ജാതകങ്ങൾ തമ്മിൽ ചേർക്കാതിരിക്കാം. നക്ഷത്ര വർഗ്ഗവേദത്തിന് 5 പിരിവുകളുണ്ട്. പണ്ട് നമ്മൾ രാശി നോക്കുന്ന സമയത്തിന് അതൊന്നും അന്ന് തിരിച്ചത്, പക്ഷേ ഇന്നിപ്പോൾ അതുകൂടെ നോക്കേണ്ട ഒരു സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. കാരണം നക്ഷത്ര വർഗ്ഗവേദത്തിന് 5 പിരിവുകളാണ്. ഒന്ന് പാദവേദം അശ്വതി, ആയില്യം, മകം, കേട്ടാം, മൂലം, രേവതി. ഇതാണ് പാദവേദം ഉള്ളത്. പിന്നെ കണ്ഠവേദമാണ് വേദദോഷത്തിൽ പറയുന്ന രണ്ടാമത്തേത്. കണ്ഠവേദം രോഹിണി, തിരുവാതിര, അത്തം, ചോതി, തിരുവോണം, ചതയം ഈ നക്ഷത്രക്കാർക്കാണ്. പിന്നെ ശിരോവേദം എന്ന് പറയുന്നൊരു വേദമുണ്ട്, അത് മകേരം, ചിത്തിര, അവിട്ടം എന്ന 3 നക്ഷത്രക്കാർക്കാണ്. പിന്നെ കുക്ഷിവേദം എന്ന് പറയുന്നത് കാർത്തിക, പുണർദം, ഉത്രം, വിശാഖം, ഉത്രാടം ഈ നക്ഷത്രക്കാർക്കാണ്. പിന്നെ പൂരോരുട്ടാതി നക്ഷത്രത്തിനും ഈ ശിഖോവേദം വരുന്നുണ്ട്, കുക്ഷിവേദം വരുന്നുണ്ട്. പിന്നെ കടീവേദം എന്ന് പറയുന്ന ഒന്നുണ്ട്, ഈ കടീവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണിക്കുണ്ട്, പൂയ നക്ഷത്രത്തിന്, പൂരത്തിന്, അനിഴത്തിന്, പൂരാടത്തിന്, ഉത്രട്ടാതിക്കൊക്കെ ഈ കടീവേദമുണ്ട്. അപ്പം ഇങ്ങനെ വരുന്ന ഈ വേദദോഷ പരിഹാരത്തിന് വേദദോഷമുള്ള സ്ത്രീ പുരുഷന്മാരുടെ വിവാഹശേഷം അവർക്ക് സംഭവിക്കാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷഭയം ഉണ്ടാവാം, ആയുധങ്ങളിൽ നിന്ന് മുറിവുണ്ടാവാം, വന്യമൃഗങ്ങളിൽ നിന്ന് ആപത്തുകൾ ഉണ്ടാവാം, വാഹനാപകടങ്ങൾ സംഭവിക്കാം. ഇതിനൊക്കെ ദോഷനിവൃത്തിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരാഹം, പന്നിയുടെ, ആമയുടെയൊക്കെ സ്വർണ്ണ രൂപം ഉണ്ടാക്കിയിട്ട്, കിലോ കണക്കിന് സ്വർണ്ണമൊന്നും വേണ്ട, പന്നിയുടെ, വരാഹത്തിൻ്റെയൊക്കെ ഒരു ചെറിയ സ്വർണ്ണ രൂപം ഉണ്ടാക്കി യഥാവിധി പൂജിച്ചിട്ട് പൂജ ചെയ്ത് ദാനധർമ്മം ചെയ്ത് ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിലോ കൃഷ്ണക്ഷേത്രത്തിലോ സങ്കല്പിച്ച് നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ദോഷങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. ദശവർഗത്തിലാണ് ഈ വേദദോഷം കണക്കാക്കുന്നത്. സ്ത്രീ പുരുഷന്മാരുടെ നാളുകൾ ദശവർഗത്തിലാണെങ്കിൽ പാദവേദത്തിന് സ്ഥാനചലനവും, കണ്ഠവേദത്തിന് ഭർത്തൃനാശവും, ശിരോവേദത്തിന് മരണവും, കുക്ഷിവേദത്തിന് സന്താനനാശവും, കടീവേദത്തിന് ദാരിദ്ര്യവുമാണ് ഫലം പറയുന്നത്. അപ്പോൾ ഈ ദോഷത്തിന് ഏറ്റവും കൂടുതൽ ഇതിൽ ദോഷം വരുന്ന ശിരോവേദത്തിനാണ് ഏറ്റവും കൂടുതൽ ദോഷമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നക്ഷത്രങ്ങളെ പരിഹാരങ്ങൾ നോക്കേണ്ടത് ഈ പറയുന്ന പന്നിയുടെയോ ആമയുടെയൊക്കെ ചെറിയ സ്വർണ്ണരൂപം ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ ദോഷം തീരാനായിട്ട് നമ്മൾ ചെയ്യുക. വേദദോഷമുള്ള ജാതകങ്ങൾ ഇതുപോലെ പൊരുത്തപ്പെട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വർജ്യമായ വേദനക്ഷത്രങ്ങൾ പറഞ്ഞാൽ അശ്വതി, കേട്ട, ഭരണി, അനിഴം, തിരുവോണം, തിരുവാതിര, വിശാഖം, കാർത്തിക, ചോതി, രോഹിണി, മൂലം, ആയില്യം, മകം, രേവതി, പൂയം, പൂരാടം, പുണർദം, ഉത്രാടം, ഉത്രട്ടാതി, പൂരം, അത്തം, ചതയം, പൂരോരുട്ടാതി, ഉത്രം, മകയിരം. പൂരോരുട്ടാതിക്ക് ഉത്രവും വരുന്നുണ്ട്, മകയിരവും വരുന്നുണ്ട്, ചിത്തിരയ്ക്ക് അവിട്ടം വരുന്നുണ്ട്. ഈ നക്ഷത്രവേദത്തിൽപ്പെട്ടവർ തമ്മിൽ വിവാഹം പാടില്ല എന്ന്, വർജ്യമായ വേദനക്ഷത്രങ്ങളാണ്, വിവാഹം പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇനി ജ്യോതിഷത്തിൽ ചില വർണ്ണജാതി പൊരുത്തങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയുള്ള വേദനക്ഷത്രങ്ങളെ നിങ്ങൾ നോക്കിയിട്ട് അതിന് ചേരുന്നില്ല എന്നതിൻ്റെ വേദനക്ഷത്രമാണെങ്കിൽ ചേർക്കാതിരിക്കുക. ഇനി സംഭവിച്ചു പോയി എന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഒരുമിച്ച് ജീവിക്കുമ്പോൾ പല പ്രശ്നങ്ങൾ, ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഒരു ദൈവത്തിനെ കണ്ട് അതിൻ്റെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക. പന്നിയുടെ, വരാഹത്തിൻ്റെയോ ആമയുടെയൊക്കെ ഒരു കുർമ്മത്തിൻ്റെയോ ഒരു സ്വർണ്ണ ചെറിയ രൂപം ഉണ്ടാക്കി അത് വേദാവിധി പൂജിച്ച് ഒരു പരിഹാരമൊക്കെ ചെയ്ത് നിങ്ങളത് ഏതെങ്കിലും കൃഷ്ണക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് സമർപ്പിക്കാം.